ഹായ്. അപ്പോൾ നമ്മിന്ന് മെയിനായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോണ്. എങ്ങനെയാണ് എൻ്റെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യണമെന്നൊക്കെ. ശരിക്കും ഞാൻ നാളെ പഠിക്കണമെങ്കിൽ പിറ്റേ ദിവസം രാത്രിയല്ല ഞാൻ ഇരുന്ന് എഴുതുന്നത്. ഞാൻ ഇന്ന് രാവിലെ നീറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. സോ നമ്മൾ ബുക്ക് എടുത്തിട്ടുണ്ട്, നമ്മൾ എന്തിട്ട് പഠിക്കാൻ പോകുന്നത് എഴുതണം. ഫസ്റ്റ് നമ്മുടെ ഹാർഡസ്റ്റ് ചാപ്റ്റർ ബയോളജിയിൽ ഹാർഡ് ഏതാണെന്ന് ആലോചിക്കണം. ബയോമോളിക്യൂൾസ് വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് സബ്ജക്റ്റ് ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഇൻഹെറിറ്റൻസ്, അതായത് ജെനറ്റിക്സ്. ഇത്രയുള്ളൂ എനിക്ക് ടഫായിട്ടുള്ളത്. അത് നമ്മുടെ കുറച്ചും കൂടെ ആവറേജ് ആയിട്ടൊരു ചാപ്റ്റർ ഏതാണ് കെമിസ്ട്രിയിൽ ഞാൻ മിക്കവാറും ഓർഗാനിക്കും ഇൻഓർഗാനിക്കും. എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഓർഗാനിക്കാണ്. എന്നുവെച്ചാൽ ഓർഗാനിക്കാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. റിവിഷൻ ഇപ്പോൾ ചെയ്യണില്ല. ഇൻഓർഗാനിക്കിലും പുതിയൊരു ചാപ്റ്റർ ഒരു പുതിയ ചാപ്റ്റർ ചെയ്യാൻ പോണ്. പിന്നെ ഫിസിക്കലിൽ വരും ചെയ്യും. കുറേ ടഫായി, എന്നെപ്പോലും ചെയ്യും. ഞാൻ ഫസ്റ്റ് തന്നെ ഭയങ്കര ടഫാണ് ചെയ്യണത്. ഇന്ന് ഞാൻ പരമാവധി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് എന്നെ തന്നെ എൻ്റെ പെർഫോമൻസ് പീക്കിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ടു ഡു ലിസ്റ്റ് ചെയ്യണത്. നിങ്ങൾ ഇത്ര അധികം ചെയ്യണമെന്നില്ല. നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റി അത്ര ചെയ്താൽ മതി. ബുള്ളറ്റ്. അത് കഴിഞ്ഞ് ഫിസിക്സ് മെയിനായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ബേസിക്കിൽ നിന്ന് തുടങ്ങാൻ പോകുന്നു. ഫിസിക്സിൽ ബേസിക് മാത്സ് അത് തൊട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് പരമാവധി ഒരു 80-100 മാർക്കെങ്കിലും വാങ്ങിക്കണം മിക്കവാറും. അതുകൊണ്ട് ഫിസിക്സ് ഞാൻ ബേസിക്കിൽ നിന്ന് തുടങ്ങാൻ പോകുന്നു. അല്ലാണ്ട് പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ ഒന്നും തുടങ്ങണില്ല. ബേസിക്കിൽ നിന്ന് തൊട്ടിട്ട് പയ്യെ കയറാൻ പോകുന്നു. കെമിസ്ട്രി കോൺസെപ്റ്റ് പോലെ പയ്യെ കയറുള്ളൂ ഞാൻ ഫിസിക്സിലിട്ടാ. ബാക്കിയെല്ലാം ഞാൻ നല്ല സ്പീഡിലാണ് എടുത്തെടുത്താണ് വിടുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ പി വൈക്ക് മെയിനായിട്ട് ഞാൻ കെമിസ്ട്രിയുടെ ആയിരിക്കുന്നു. പറ്റുമെങ്കിൽ കെമിസ്ട്രി ചെയ്യുള്ളൂ. മെയിനായിട്ട് ബയോളജിയാണ് ചെയ്യാറുള്ളത്. ബിക്കോസ് ബയോളജിയും ബോട്ടണിയുമാണ് 360 മാർക്ക് കിട്ടും നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം പരമാവധി 360 മാർക്ക് കളയാണ്ടിരിക്കാൻ നോക്കാം. അതുകൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ബയോളജി ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ബയോളജി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. മെയിനായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കറക്കിയും തിരിച്ചൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. പിന്നെ NCERT ലാംഗ്വേജ് മനസ്സിലാക്കണം. NCERT ഒരുമാതിരി ഒരു വിചിത്ര തരത്തിലുള്ളൊരു ഇംഗ്ലീഷൊക്കെ തരും. നമുക്ക് അത് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഇംഗ്ലീഷും നമ്മൾ എഴുതി എവിടെയെങ്കിലും പഠിച്ച് വെക്കണം. എന്നാലും നമുക്കത് പിന്നെ യൂസ്ഫുൾ ആവുള്ളൂ. സോ ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടു ഡു ലിസ്റ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ കാണാം. ബൈ.